ലബനൻ തലസ്ഥാനത്തെ താറുമാറാക്കിയ ആകാശമാർഗവും കരവഴിയും കടുത്ത ആക്രമണം അഴിച്ചുവിട്ട ഇസ്രയേൽ. ഇറാനിലേക്ക് ഇസ്രയേൽ വലിയ തിരിച്ചടിക്കുള്ള ഒരുക്കം തുടങ്ങിയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് മധ്യേഷ്യയിൽ എങ്ങും കനത്ത ജാഗ്രതയാണ്. ലബനനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 46 പേർ കൊല്ലപ്പെട്ടെന്നും 85 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ബെയ്റൂട്ടിന്റെ ഹൃദയഭാഗത്തേക്കാണ് ഇന്ന് പുലർച്ചെയോടെ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. 6 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ബെയ്റൂട്ടിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപമാണ് വ്യോമാക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ട്. തെക്കൻ ബെയ്റൂട്ടിന് പുറമെ ദഹിയയും ഇസ്രയേൽ ആക്രമിച്ചു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ ലക്ഷ്യം വെച്ചാണ് സൈന്യം ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ വാദം. ഇസ്രയേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ബഷൗറ ജില്ലയിലെ അപ്പാർട്ട്മെന്റിൽ തീപിടുത്തമുണ്ടായി. ബെയ്റൂട്ടിലെ നഗരങ്ങൾ വ്യോമാക്രമണത്തിന്റെ പുകയാൽ മൂടി നിൽക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 46 പേർ കൊല്ലപ്പെട്ടെന്നും 85 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. ലബനനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനകം 1000 കടന്നിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യവുമായി ശക്തമായ പോരാട്ടം നടക്കുകയാണെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇസ്രയേൽ നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇറാൻ മിസൈൽ ആക്രമണത്തെ അമേരിക്കയും G7 നേതാക്കളും അപലപിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രല്ലയുടെ മരുമകനും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുണ്ട്. ഹസൻ ജാഫർ ഖാസി കൊല്ലപ്പെട്ടുവെന്നാണ് ബ്രിട്ടൻ അടിസ്ഥാനമായുള്ള ഏജൻസിയുടെ റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.